Hi dear students, welcome back to the online classes prepared and presented by Mr. Abdul Munaf, Assistant Professor, English Department. This class is meant for first semester BA, BSc, BCom degree students under Calicut University. Transactions, Essential English Language Skills. Module 1, Pronunciation. Okay, let's discuss the topic speech sounds. നമ്മൾ സ്പീച്ച് സൗണ്ട്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The total number of speech sounds and the manner of articulating them different from one language to another language. There are 44 sounds in English, but the number of letters to represent them is only 26. This mismatch causes considerable difficulties for those who learn English as a second or foreign language, and is a root cause for pronouncing and spelling words incorrectly. The 44 sounds in English are further classified into 24 consonants and 20 vowels, which can be graphically represented as shown in the chart below. You can see, take page number 12. There you can see in all the textbook. I don't know the page number in a new textbook, but you have the topic there, speech sounds. Try to take it. Look dear students, സ്പീച്ച് സൗണ്ട്സ് അല്ലേ, സംസാരിക്കുമ്പോഴുള്ള സൗണ്ട്സുകൾ, ശബ്ദങ്ങൾ. നമ്മളൊരു വാക്ക് പറയുമ്പോൾ അതിൽ എത്ര ശബ്ദങ്ങളുണ്ട് അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഫോർ എക്സാമ്പിൾ, യു മേ പ്ലീസ് അറ്റർ ദ വേർഡ് W, ദ ലെറ്റർ W എന്നൊരു അക്ഷരം നിങ്ങളൊന്ന് ഉച്ചരിക്കുക. W എന്ന അക്ഷരം നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ യു ഹാവ് വൺ ലെറ്റർ ദർ അല്ലേ, ഒരു ലെറ്റർ മാത്രമേ നിങ്ങൾക്കുള്ളൂ. ആ W നമ്മൾ ഉച്ചരിക്കുമ്പോൾ എത്ര സൗണ്ട്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്? സൗണ്ട്സ് നിങ്ങൾ നോക്കിയേ, ഡ സൗണ്ട്, ആ സൗണ്ട്, ബ സൗണ്ട്, ല സൗണ്ട്, ഇ സൗണ്ട്, യ സൗണ്ട്, ഉ സൗണ്ട്. ഈ 7 സൗണ്ടിൻ്റെ കോമ്പിനേഷനാണ് W എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ. സോ ഒരൊറ്റ അക്ഷരം കൊണ്ട് നമുക്ക് എഴുതാം, പക്ഷേ ആ അക്ഷരം എന്തിന് പോരാ, നമുക്ക് അത് ഉച്ചരിക്കാനായിട്ട് പോരാ. സോ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. The pronunciation of a word is entirely different from the spelling or from the letters. Dear students, do you know how many letters are there in English alphabet? Yes, all of you may say that, yeah, there are 26 letters in English alphabet. But these 26 letters are not enough to pronounce English. These are enough to write English words. ഇംഗ്ലീഷ് എഴുതാനെ കൊണ്ട് 26 അക്ഷരങ്ങൾ നമുക്ക് മതി. പക്ഷേ ഇംഗ്ലീഷ് ഉച്ചരിക്കണമെങ്കിൽ, in order to pronounce English words, you need to get 44 sounds, 44 symbols. ഈ 44 ശബ്ദങ്ങൾ, അതല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ സിമ്പിൾസിനെയാണ് നമ്മൾ ഫൊനീംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എഴുതണമെങ്കിൽ, ഏതൊരു വേർഡും ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ നമുക്ക് ഈ 26 ലെറ്റേഴ്സിൽ നിന്ന് ആ ഏതെങ്കിലും ലെറ്റേഴ്സ് എടുത്തിട്ട് നമുക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ എന്നൊരു വാക്കിന് APPLE അല്ലേ, ഇത്രയും ലെറ്റേഴ്സ് മതി. പക്ഷെ അത് ഉച്ചരിക്കണമെങ്കിൽ നമുക്ക് അതിനേക്കാൾ കൂടുതലുള്ള സൗണ്ട്സുകൾ നമ്മൾ പരിചയപ്പെടണം. W എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ലെറ്റർ തന്നെ നമ്മളത് ഉച്ചരിക്കുന്നത് W എന്ന് പറയുമ്പോൾ 7 സ്വരങ്ങൾ, 7 ശബ്ദങ്ങൾ അവിടെ വരുന്നുണ്ട്. സോ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഈ 26 ലെറ്റേഴ്സ് കൊണ്ട് ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് ഉച്ചരിക്കാൻ പറ്റില്ല. മറിച്ച് ഇത് ഉച്ചരിക്കണമെങ്കിൽ 44 സൗണ്ട്സ് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് 26 അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന വാക്കുകൾ ഉച്ചരിക്കാനായിട്ട് നമ്മൾ ഈ 44 സൗണ്ട്സ് പ്രയോഗിക്കണം അല്ലേ. അപ്പോൾ 26 കൊണ്ട് എഴുത്ത് എന്ന കാര്യം അവിടെ നടക്കും, പക്ഷേ അത് പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ ഇത്തരം 44 സൗണ്ട്സ് വേണം. ഈ ഒരു മിസ്മാച്ച് വരുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇംഗ്ലീഷ് ലേണേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുക, ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യും? അവിടെ 26 പോരല്ലോ, 26 ലെറ്റേഴ്സ് കൊണ്ട് അത് കഴിയില്ല. പക്ഷേ ഈ 44 ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് കോമൺ ആണ്. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയി പഠിക്കുന്നത്, അപ്പം നമ്മൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് പഠിക്കുന്നത് അല്ലേ, ബിക്കോസ് അവർ മദർ ടങ് ഈസ് മലയാളം. അപ്പം ഇങ്ങനെ മലയാളവും അതുപോലെ ഇപ്പോൾ ഗുജറാത്തി സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരും ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പഠിക്കുമ്പോൾ അവർ ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിൽ ഇൻകറക്റ്റ് ആയിട്ട് വേർഡ്സ് ഉച്ചരിക്കുന്നു. ആ സ്പെല്ലിംഗ് പ്രൊനൗൺസിയേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അവർ ഉച്ചരിക്കുന്നത് സ്പെല്ലിങ്ങിനനുസരിച്ചാണ്. അതൊരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്.
അതിനകത്ത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ONION എന്നൊരു വാക്ക് നിങ്ങൾ ഉച്ചരിക്കുക. എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുക? ONION എല്ലാവർക്കും അറിയാം അല്ലേ? മിക്ക ആളുകൾ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഒനിയൻ എന്നാകും. എന്തിനാണത് ഒനിയൻ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്? ആക്ച്വലി ഒനിയൻ എന്നൊരു പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷ് ഭാഷയിൽ ഇല്ല കേട്ടോ. അത് നമ്മുടെ മദർ ടങ് അതല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ട്. നമ്മൾ സ്പെല്ലിങ്ങിന് പ്രാധാന്യം കൊടുക്കും. ഇത് സ്പെല്ലിങ് കിട്ടാനെ കൊണ്ട് നമ്മൾ കുഞ്ഞുനാളിലെ പഠിച്ചു പോരുന്ന ഒന്നാണ്. ഒനിയൻ ഓ കിട്ടും, ഓ നീ ന് എൻ ഐ ഒനിയൻ കണ്ടോ? അങ്ങനെ പ്രൊനൗൺസ് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ആ വേർഡ് ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് അന്യൻ എന്നാണ് കേട്ടോ. എന്താണത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്? അന്യൻ. അതെങ്ങനെ അന്യൻ എന്ന് പ്രൊനൗൺസ് ചെയ്യുക? ആ അന്യൻ എന്ന് പ്രൊനൗൺസ് ചെയ്യാനെ കൊണ്ടുള്ള ഓരോ സിമ്പിൾസും നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മുടെ ഈ 44 ഫൊണീംസിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ 44 സ്വരങ്ങൾ അത് നമ്മൾ പഠിച്ചെടുക്കൽ വളരെ നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും, all of you are requested to learn these phonemes well.